Hello guys, in this video we have FC Mobile. In this video I go to my account over 108. Okay, we can go to another account of my. This is a 111 over team and my team have 111 Cristiano Ronaldo. We can open. ഗൈസ്, ഇതാണ് എൻ്റെ സ്കോഡ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതാണ്. ഇനി നമ്മൾ നേരെ എൻ്റെ അക്കൗണ്ടിലേക്ക് പോവാണ്. 108 അക്കൗണ്ടാണ്. നമുക്ക് പോയി കഴിഞ്ഞിട്ട് ബാക്കി ഇംഗ്ലീഷ് ഷഡയാക്കാം. അപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദുബായിലേക്ക് എത്തും. സൗദി അറേബ്യ എന്ന് 7 ആകാശം കഴിഞ്ഞു. ഇപ്പോൾ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ അടുത്തായിരിക്കുന്നു. അപ്പം ദിസ് ഈസ് മൈ അക്കൗണ്ട്, അബീസലി അക്കൗണ്ട്. ഇതാണ് എൻ്റെ സ്കോഡ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നില്ല. എൻ്റെ അങ്ങനെ വീഡിയോ ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നുമില്ല. എന്നിട്ട് നമ്മൾ ആദ്യം ക്യാപ്റ്റൻസിലേക്ക് പോകുന്നു. അതിനെ ഇത്രയും ചെയ്തു വച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ കണ്ടോളൂ, ബാക്കിയുള്ള എല്ലാ കലാവിരുതുകളും നമ്മളെല്ലാം ക്ലെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി ടാസ്ക് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഈ ബാൻഡ് കിട്ടാൻ വേണ്ടി ഇനി 4 എണ്ണം കൂടെ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ടോട്ടിയെ സ്വന്തമാക്കാം. എനിക്കാണെങ്കിൽ വെറും ഒരു 400 എണ്ണം കൂടെ കിട്ടിയാൽ മതി. ഇപ്പം എൻ്റെ 190 ഷാഡേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുമ്പോൾ എൻ്റെ 210 ഷാഡ് കാണും. എൻ്റെ സത്യം അല്ലെങ്കിൽ എൻ്റെ ലെഞ്ചിടിച്ചെന്നെ കൊന്നോ, എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഷഫിൾ ചെയ്യാം, പക്ഷെ എനിക്കൊരു ഗ്രേറ്റസ്റ്റ് പ്ലെയറിനെ വേണം. അപ്പോൾ നമുക്ക് അടുത്തത് എന്തുവാന്ന് നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് പറഞ്ഞുതരാം. പേര് ഫുള്ള് ക്യാപിറ്റൽ അടിക്കണം. JEVAN-77 അടിച്ചു നോക്കിയിട്ട് 112 ഒരാളുണ്ട്. അവൻ ഏറ്റവും പൊട്ടനാണ് FC-യിൽ. അതുകൊണ്ട് അവൻ്റെ കൂടെ ഒന്ന് കളിച്ചു നോക്കുക. അവൻ്റെ കൂടെ ജയിക്കുന്ന ആൾക്ക് ഞാൻ 1 ബില്യൺ FC പോയിൻറ്റ്സ് ഞാൻ തരുന്നതാണ്. നിങ്ങളെല്ലാവരും കളിക്കണം. എന്നിട്ട് എൻ്റെ കൂടെ സബ്സ്ക്രൈബും എൻ്റെ ഈ വീഡിയോക്ക് ചെയ്തേക്കണം ഇപ്പം തന്നെ. നമുക്ക് ആദ്യം ഈ മൊബൈൽ ലെജൻസിനെ പൊട്ട ആഡ് കാണാം. ഇത് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ സാധനം കിട്ടൂ, അല്ല ജെംസ് കിട്ടൂ. കഴിഞ്ഞു ഗൈസ്. അപ്പം നമ്മൾ എക്സ് അടിച്ച് പോകുന്നു. അപ്പം നമുക്ക് വീണ്ടും ആഡ് വരുന്നു. എന്ത് കുഴപ്പമാണെന്ന് നിങ്ങൾ പറഞ്ഞത്. നമ്മളെ കൊണ്ട് അതിനൊന്നും വയ്യാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങി. പക്ഷെ നമ്മളെ പോലത്തെ പാവപ്പെട്ടവരെ അവരെ തട്ടിച്ചു. നിങ്ങൾ തന്നെ നോക്ക് ഗൈസ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്രയാണെന്ന്. 28 ഉള്ളൂ. എൻ്റെ സ്കൂളിലെ അവറാച്ചി എന്ന് പറയുന്ന ഒരുത്തൻ, അവറാച്ചി എന്ന് പറയുന്ന ഒരാൾ അത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് 28 അടിച്ചത്. നിങ്ങളെല്ലാം കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ അടിച്ച് വായി വരുന്ന തോന്നുന്നത് വിളിച്ചു, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അവിടുന്ന് 60 ഷാഡ് കിട്ടുന്നു. ഷാഡല്ലല്ലോ, മറ്റേ സാധനം കിട്ടുന്നു. അല്ല, ജംസ് കിട്ടുന്നു. അതായത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനിയാണെങ്കിൽ 8 ഗോൾ അടിക്കുവാണെങ്കിൽ നമുക്കെല്ലാം കിട്ടും. പക്ഷേ ആണെങ്കിൽ അതിന് മുമ്പേ കുറച്ച് മാഷറാണോ ടേക്ക് ചെയ്യാനുണ്ട്. ആ മാഷറാണോയെ നമ്മൾ അടുത്തതായി നമ്മൾ കളിക്കുന്നത് സ്റ്റാർ പാസ് എടുക്കുന്നു. അതിലൊരു പൊട്ടപ്പാക്ക് നമുക്ക് കിട്ടുന്നു. 78ൻ്റെ ഒരു എന്നിട്ട് നമ്മൾ നേരെ വെസസ് അറ്റാക്കിലേക്ക് പോകുന്നു. അല്ല, ഇതിൽ നിന്ന് നമുക്ക് 5+3 8 അപ്പോൾ 8 ഗോൾ അടിച്ചാൽ നമുക്ക് ആ 2 ഗിഫ്റ്റും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആ 2 ഗോളും അടിക്കാൻ നോക്കാം. അപ്പം നമ്മൾ കളി തുടങ്ങുന്നു. ഓക്കെ നമ്മൾ ഏറ്റവും ന്യൂബിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂബാണിത്. ഇവൻ്റെ കൂടെ കളിക്കുന്നവന്മാർ ജയിച്ചെന്നേ ഞാൻ സമ്മതിക്കത്തുള്ളൂ. എത്ര മൊണ്ണയാണെങ്കിലും ഇവൻ്റെ കൂടെ നിങ്ങൾ ജയിക്കാതിരിക്കത്തില്ല. വേണമെങ്കിൽ കളിച്ചു നോക്ക്. ഇവൻ പൊട്ടനാണ്, മുതുക്കൻ പൊട്ടനാണ്. അപ്പം നമ്മൾ കളിക്കാൻ പോവാണ്. ഇവൻ്റെ ഒരു പൊട്ടനാണെങ്കിൽ മാഷറാണോ എടുത്ത് വെച്ചേക്കുന്നത്. നോക്കാം. അവനാണെങ്കിൽ അവധയും എന്നെ ഡിഫെൻസ് ചെയ്യാൻ നോക്കുന്നു, പക്ഷെ അടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളൊരു കിണ്ണ ഷോട്ട് അപ്പം തന്നെ അടിച്ചു. നമ്മുടെ ഒരു ബാക്ക് ഫ്ലാപ്പ് ഷോട്ടാണത്. അത് ഗോളി സേവ് ചെയ്ത് ഗൈസ്. വൻ സീൻ അടിയായിരുന്നു. എന്നിട്ട് നമ്മളൊരു വാൻ ബർബർ എന്ന് പറയുന്നിടത്തിന് കൊണ്ട് അടിച്ചു. അടുത്ത ഗ്രേറ്റ് ചാൻസാണ് നമുക്ക് ഇടുന്നത്. അത് നമ്മൾ ഗോൾ അടിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ ഗോൾ സെറ്റാണേ. എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ ഗോൾ സെറ്റാണേ. വൈബ്. അടുത്തതായി നമ്മുടെ ചാൻസ്. നമ്മളടിച്ചു 3 ഗോൾ അടിച്ചു. ഇനി 5 ഗോളും കൂടെ അടിച്ചാൽ 2 ഗിഫ്റ്റ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ചിലപ്പം പറ്റത്തില്ല, പറ്റണം എന്നാണ്. ഗൈസ്, അപ്പം നമുക്ക് ഇനിയും സമയം കിടപ്പുണ്ട്. നമുക്കങ്ങനെ 4 ഗോൾ അടിച്ചു. ഇനി വെറും 4 ഗോളും കൂടെ മാത്രം വരുന്ന സമയം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ പാവപ്പെട്ടവന്മാർ. അവൻ സണ്ണിനെ കൊണ്ടടിച്ചപ്പം നമ്മൾ വേറൊരുത്തനെ കൊണ്ടടിച്ചു. എന്നിട്ട് നമ്മൾ ഇനി വെറും 3 ഗോളും കൂടെ മതി ഗൈസ്. അപ്പോൾ നമുക്കിനി 3 ഗോൾ മതി ഗൈസ്. അപ്പോൾ നമ്മൾ മുന്നേറുന്നുണ്ട് ഗൈസ്. 1 ഗോൾ. ഇനി 2 ഗോളും കൂടെ മതി. സമയം നിങ്ങൾ നോക്കിക്കോളി. ഗൈസ്, അടുത്തൊരു ഗോൾ ഗൈസ്. ഇനി 9 സെക്കൻഡും കൂടെ, 8 സെക്കൻഡും കൂടെ ഉള്ളു. 7 സെക്കൻഡ് ഗൈസ്. നമ്മൾ അങ്ങനെങ്കിലും 1 ഗോളും കൂടെ സ്കോർ ചെയ്യണം. അടിച്ച് ഗൈസ്. 2-ാം സെക്കൻഡിൽ 1-ാം സെക്കൻഡിൽ നമ്മൾ അടിച്ച് കയറ്റിയിരിക്കുന്നു. ഇനി നമ്മൾ 9 കൂടെ അടിക്കാനുള്ള സമയമുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കൊസ്റ്റീന്ന് 100,000 ജെംസ് കിട്ടുന്നു. നമ്മൾ ആദ്യമായിട്ട് FC തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് കീച്ചു. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർ ഷീൽഡ് കിട്ടുന്നു. ഇനി നമുക്ക് നേരെ കൊസ്റ്റിലേക്ക് പോവാം. അവിടെ നിന്ന് കളക്ട് ചെയ്യാം. അവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് പോകുമ്പോഴല്ല, എന്നിട്ട് ഇവിടെ നമുക്ക് 20 എണ്ണം കിട്ടും. അപ്പോൾ കൂട്ടുവാണെങ്കിൽ 23 എണ്ണം ആകും. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നു. അപ്പം നമ്മൾ ജയിച്ചതിന് നമ്മുടെ അളിയൻ നമുക്ക് ഓറഞ്ച് മുട്ടായി കൊണ്ടുവന്നു. അപ്പോൾ നമ്മളത് ഞമ്മി. അപ്പോൾ നമുക്ക് നല്ല സ്റ്റാർ പാസ് കിട്ടി, എല്ലാ സാധനങ്ങളും കിട്ടി. അപ്പോൾ നമുക്ക് ഇപ്പം 10 ഷാഡ് കിട്ടിയിരിക്കുന്നു ഗൈസ്. അപ്പം നമ്മൾ പണക്കാരായി. അപ്പോൾ നമ്മുടെ ഇപ്പം ഷാഡ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ 200 ഇനി ഒരു 10 ഷാഡും കൂടെ കിട്ടണം എന്നാണ് ഞാൻ പറഞ്ഞത്. കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 200 ഷാഡ് ജെംസ് വീണ്ടും കിട്ടുന്നു. നമുക്ക് സ്റ്റാർ പാസിൽ നമുക്ക് പോവാം. സ്റ്റാർ പാസിൽ പോകുമ്പോൾ മാഷറാണായും ഒരു 10 ഷാഡ് നമുക്ക് 20 ഷാഡാണോ 10 ഷാഡ് കിട്ടിയിരുന്നു. നമുക്കിപ്പോൾ 2 മാഷറാണുണ്ട്. നമുക്ക് നമ്മുടെ അണ്ണനെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. 112 ആക്കണയിലൊക്കെയോ നമ്മുടെ മാഷറാണയും കൊണ്ട് നമ്മുടെ ചേട്ടനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് പോയി. മറ്റേ ഒരു പച്ച കളറുള്ള പ്ലെയർ ഇല്ലയോ, ആദ്യം ഞാൻ 108ൻ്റെ അടുത്തന്നെ എടുത്തേ. അവനാണ് എനിക്ക് എക്സ്ട്രാ ടൈമിൽ നിന്ന് കിട്ടിയതാണ്. ഏതോ നല്ല കാര്യം. അപ്പം നമുക്ക് അവനെ കിട്ടിയ പോവിയർ നമ്മുടെ റൊണാൾഡോയെ ഫെയിലിയറായി പോയി. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്തു. റൊണാൾഡോ 21 ലെവൽ വരെ എങ്ങനെയൊക്കെയോ ചെയ്തു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നാൽ എല്ലാവർക്കും എന്തോ പറയണേ.